നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊപ്പം ഞാൻ ദിനേഷ് മുങ്ങത്ത്. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ഞാനൊരു ചെറിയൊരു കോട്ട് പറയാം. ഇത് നിങ്ങൾക്ക് എത്രത്തോളം റിലവൻ്റ് ആണ് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഇതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇഫ് യു റിയലി വാണ്ട് ടു ഡു സംതിങ്, യു വിൽ ഫൈൻഡ് എ വേ. ഇഫ് യു ഡോണ്ട്, യു വിൽ ഫൈൻഡ് ആൻ എക്സ്ക്യൂസ് എന്ന് പറയാറുണ്ട്. അതായത് ഇഫ് യു റിയലി വാണ്ട് ടു ഡു സംതിങ്, യു വിൽ ഫൈൻഡ് എ വേ. നമ്മൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഒരു വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒഴിവ് കഴിവുകൾ കണ്ടെത്തും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ എവിടെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഒരു മിനിറ്റ് ഒന്ന് വിശകലനം ചെയ്യാം. അതായത് നിങ്ങളുടെ ആഗ്രഹം ശക്തമാകുമ്പോൾ നിങ്ങൾ സമർത്ഥനും ദൃഢനിശ്ചയമുള്ളവനുമായി തീരുന്നു. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പ്രതിജ്ഞാബദ്ധനല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ നിങ്ങൾ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ളതിൻ്റെ ആത്മാർത്ഥതയെ പറ്റിയിട്ടാണ്. ഇത് ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ആ വാക്കിൻ്റെ എത്രത്തോളം അർത്ഥങ്ങളിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ മറ്റ് സാഹചര്യങ്ങളാണല്ലോ, ആ തടസ്സങ്ങളാണല്ലോ, ഈ തടസ്സങ്ങളാണല്ലോ എനിക്ക് സംഭവിച്ചത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോടുള്ള മറുപടിയാണ്, നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ താനേ അതിനു വേണ്ടി വഴിയൊരുക്കും എന്നുള്ള സത്യം ഒന്ന് തിരിച്ചറിയുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ഒരു ആത്മവിശകലനത്തിന് വേണ്ടി തയ്യാറായാൽ മതി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ ദൃഢനിശ്ചയം എടുക്കുക എന്ന് പറഞ്ഞാൽ അൺകോംപ്രമൈസബിൾ എഫേർട്ട്. അതിനകത്ത് ഒരു സാധ്യതകളും പിന്നെ അടയാൻ പറ്റില്ല. കാരണം എന്ത് വിഷയങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നാലും നമ്മൾ അതിന് മറ്റു വഴികൾ അവിടെ നിന്ന് തേടാൻ തുടങ്ങും. ഇപ്പോൾ പലപ്പോഴും ഞാൻ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ കൃത്യമായി നമ്മളതിൽ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കിച്ചണിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കൂ, വിശന്നിരുന്ന് മരിക്കൂ. 90% ആൾക്കാരും പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും, അല്ലേ? എന്താണ് എന്നൊന്നും അവിടെ വിഷയമേ ഇല്ല. പക്ഷെ ആ വിശപ്പ് എന്ന് പറയുന്ന ആ സംഭവത്തെ നമ്മൾ അവിടുന്ന് ഇല്ലായ്മ ചെയ്യും. അത് ഉറപ്പാണ്. സാധാരണ വിശന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയാലും അത് ചെയ്തിരിക്കും, അല്ലേ? ഇതേപോലെ നമ്മൾക്കൊരാഗ്രഹത്തിന് ആത്മാർത്ഥമുണ്ടെങ്കിൽ അതിന് ആ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ഏത് വഴിയും ചെയ്യും. നമുക്ക് ആ റിസൾട്ട് മാത്രം കിട്ടിയാൽ മതി. ഇതിന് ഞാൻ വളരെ ലളിതവൽക്കരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അതിൻ്റെ പത്ര കൃത്യമായി ഇതാക്കുക. അപ്പോൾ യഥാർത്ഥ ഇച്ഛാശക്തി ഉള്ളെടുത്ത് പ്രവൃത്തി പിന്തുടരും എന്നാണ് പറയുക. ഇല്ലാത്തിടത്ത് ഒഴിവ് കഴിവുകൾ അത് ഏറ്റെടുക്കും. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇച്ഛാശക്തിക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ല ഒഴിവ് കഴിവുകൾക്കാണോ? ഇറ്റ്സ് ഓൾ ഫോർ യു. ഇന്നത്തെ ഇതാകട്ടെ നിങ്ങളുടെ ശുഭചിന്ത. ഇതോടുകൂടി നിങ്ങൾ ജീവിതത്തിൽ തീരുമാനിക്കുക, ഞാൻ എൻ്റെ കാര്യത്തിന് യഥാർത്ഥ ഇച്ഛാശക്തിയോടുകൂടി മുന്നേറും, അല്ല നിങ്ങൾ ഒഴിവ് കഴിവുകൾ നികത്താനാണ് ഇനിയും താല്പര്യമെങ്കിൽ ലെറ്റ്സ് കണ്ടിന്യൂ ആസ് ഇറ്റ് ഈസ്. തീരുമാനം നിങ്ങൾക്ക് വിട്ടു നൽകിക്കൊണ്ട് ദിനേഷ് മുങ്ങത്ത് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.